അപ്പൊ എന്തായാലും എനിക്കൊരു അഭിപ്രായം ചോദിക്കാറുണ്ട്. കർണാടക പോലീസിനെ കുറിച്ച് എന്താ അഭിപ്രായം? കർണാടക പോലീസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നീ പറ. എന്നാലും അല്ല, എനിക്ക് ഉണ്ടായ ഒരു മോശം അനുഭവം ഉണ്ട്. ഞാനത് ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അതായത് കർണാടകയിൽ പോയിട്ടാണ് എനിക്ക് ഈ കേരള പോലീസിനോട് റെസ്പെക്ട് തോന്നുന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ പോയാൽ എല്ലാത്തിനും കൈക്കൂലിയല്ലേ. ചെറിയ പൈസ 100 റുപ്യ കൊടുത്താൽ ഇവർ എന്ത് കൊലക്കൂറ്റ് ഇവർ ഒഴിവാക്കി തരുമല്ലോ. ഇവർ ഭയങ്കര കൈക്കൂലിയാ. ഇവരെന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്ട്രീറ്റിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാണ്ട് നമ്മളെല്ലാവരും അടിച്ചു ശരിക്കും ലാത്തി വെച്ച് അടിച്ചു. നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും അടിച്ചു. കൂട്ടത്തിൽ ഇവർക്ക് 2-3 ആൾക്കാർക്ക് കൊണ്ട് 2-3 ആൾക്കാർക്ക് അടിയുണ്ട്. എനിക്ക് കൊണ്ടില്ല. സ്റ്റിൽ നമ്മളെല്ലാവരും ഓടി. ഞാൻ ഷൂ എല്ലാം വിട്ട്, എൻ്റെ ഷൂ എല്ലാം തെറിച്ചു പോയി സ്ട്രീറ്റിൽ. ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങിയിട്ട് കൊണ്ടുപോയി ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതായത് റീസൺ ഇല്ല. അതായത് അവിടെ ആ ക്യാമറ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ നമ്മളെ അടിക്കാനോ ഒരു റീസണും ഇല്ല. നമ്മൾ സ്ട്രീറ്റിൽ ലൈവ് ചെയ്യുന്ന കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് മലയാളികളെ ഇഷ്ടമല്ലല്ലോ. അങ്ങനെ ഒരുപാടടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിൽ ചിലത് മലയാളികളാണ് പ്രശ്നമാണ്. അതെ, KL വണ്ടി കണ്ട ഇവര് നമ്മളോടൊരു ഇത് കാണിക്കാറുണ്ടെങ്കിൽ ഞാൻ പണ്ട് സ്പോർട്സ് ആയിരുന്നു. അപ്പൊ കൂടുതലും ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഞാൻ കൂടുതലും പോയിട്ടുണ്ട്. കുട്ടിക്കാലം വരെ പോയിട്ടുണ്ട്. അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് ഫീൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പോലീസിന്റെ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നു. അല്ല, കർണാടക പോലീസിന്റെ കൈക്കൂലി അങ്ങനെ ഭയങ്കര ഫേമസ്. ഓക്കെ, അല്ല ഇത്രയും ഒരു നിങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായെന്ന് പറയുന്നത്. അതെ, പക്ഷെ നമ്മുടെ കേരളത്തിനകത്ത് അങ്ങനെ അല്ല. കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാര്യത്തിൽ ഞാൻ പറയാം, എനിക്ക് അത്രയും കാലം കർണാടകയിൽ അന്ന് പോകുന്ന ദിവസം വരെ എനിക്ക് കേരള പോലീസിനോട് അത്ര ഇതുണ്ടായില്ല, മതിപ്പുണ്ടായില്ല. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളെ പോലീസുകാർ അത്രയും നിയമത്തിനോട് അത്രയും നീതി പുലർത്തിയിട്ടാണ്, കൂറ് പുലർത്തിയിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അത് എനിക്ക് ഒരു ഭയങ്കര ചാറ്റില് എന്താ പറയുക, ഞാൻ സംസാരിച്ചു കൊടുക്കുമ്പോ ചാറ്റിൽ എല്ലാം ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാൻ അത് വായിച്ചതാ. അതെന്തോ ഒരു ഭയങ്കര കേരള പോലീസ് എന്നുള്ളൊരു ഫീൽ വന്നു.